സുഫിയാൻ സൗരി എന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, മുഹദ്ദിസാണ്, ഫഖീഹാണ്, തസവ്വുഫിന്റെ ആലിമാണ് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ കരയാണ്. ഒരു ദിവസം അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹ്ദി തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ എന്തെന്നില്ലാത്ത കരച്ചിൽ. അപ്പൊ ചോദിച്ചു, അല്ല എന്തിനാണ് ഈ കരച്ചിൽ? യാ അബ്ദല്ലാഹ് അറാക കസീറൽ ദുനൂബി, നിങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ, അതിനാണോ ഈ കരയുന്നത്? എപ്പോഴും കരച്ചിലാണല്ലേ, എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, വല്ലാഹി ലദുനൂബി അഹ്വനു ഇൻദി മിൻ ഹാദാ തുറാബ് വലാകിന്നി അഖാഫു അൻ ഉസ്ലബൽ ഈമാന ഖബ്ലൽ മൗത്ത്. എന്റെ പാപങ്ങളല്ല എന്റെ പേടി, ഈ മണ്ണിനേക്കാളും നിസ്സാരമാണ് എന്റെ പാപങ്ങളെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ ഭയം മരിക്കുന്ന സമയത്ത് ഈമാൻ എന്നിൽ നിന്ന് ഉയർത്തപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു. മരിക്കുമ്പോ ഈമാൻ കിട്ടില്ലയോ, അടിസ്ഥാനപരമായ ഈമാൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടിയിലാണ് ഞാൻ. തെറ്റ് ചെയ്തതിന് ഈമാൻ ഉണ്ടായിട്ട് തെറ്റ് ചെയ്തവർ, അതല്ലേ എന്റെ ഈമാൻ തന്നെ നഷ്ടപ്പെടുമോ, എനിക്ക് മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുമോ എന്ന ഭയമാണ് എന്നെ പിടികൂടിയതെന്ന് ലോക പണ്ഡിതനായ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. നമ്മളൊരു ഹജ്ജ് ഉംറയും കഴിയുമ്പോഴേക്കും മാഷാ അല്ലാഹ് ഉംറയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കാൻ കേട്ടോ, ഇനി സ്വർഗത്തിലേക്ക് മരിച്ചു കിട്ടിയാൽ മതി, ഞാൻ പോകാൻ റെഡിയാണ്, അങ്ങനെ ആലോചിക്കാം. അള്ളാഹുവിനെ പറ്റി നല്ലതാണ് വിചാരിക്കേണ്ടത്, ഒക്കെ ശരിയാണ്. പക്ഷേ വലിയൊരു പേടി ഖൽബിന്റെ ഉള്ളിൽ വരും മുഅ്മിനീങ്ങൾക്ക്. ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈനി ഔ അംനൈൻ, രണ്ട് പേടിയോ രണ്ട് സുരക്ഷിതത്വമോ ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു നൽകുകയില്ല. എന്താ അതിനർത്ഥം? ഇവിടെ പേടിച്ചു, പരലോകത്തിൽ പേടിക്കേണ്ടി വരില്ല, രണ്ട് പേടി വരില്ല. ഇവിടെ കൂളായിട്ട് നടക്കുകയാണ്, ഒരു പേടിയില്ല അല്ലാഹുവിന് പരലോകത്തെ. നാളെ പേടിയില്ലാത്ത അവസ്ഥ വരില്ല, നാളെ പേടിക്കേണ്ടി വരും. രണ്ട് സുരക്ഷിതത്വ ബോധമോ രണ്ട് ഭയപ്പാടോ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വരികയില്ലെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അവരുടെ മുമ്പിൽ ഒരു യാചകൻ വരുന്നു. റമദാൻ ആകുമ്പോൾ രാവിലെ തന്നെ വീടുകളുടെ മുറ്റത്തേക്കൊക്കെ ഓരോരുത്തരും ഇങ്ങനെ വരും. പല ആളുകളും മുസ്ലിം ഉണ്ടാവും, അതിൽ അമുസ്ലിം ഉണ്ടാവും, അർഹരുണ്ടാകും, അനർഹരുണ്ടാവും. നമുക്കൊക്കെ റമദാനിലെ ഒരു അനുഭവം അങ്ങനെയാണ്. പലരും വരും, നമ്മളുള്ളത് എടുത്തു കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ല വാക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക, അത്രയേ നമുക്കൊണ്ട് ചെയ്യാൻ പറ്റൂ. അവരെ കൊണ്ടിരുത്തിയും ഫാത്തിഹ ഓദിക്കാം, മുസ്ലിമാണെന്ന് നോക്കട്ടെ, അങ്ങനെ ടെസ്റ്റ് ചെയ്യൊന്നും വേണ്ടെന്ന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കുഴപ്പമില്ല, എന്തുണ്ടെങ്കിൽ കൊടുത്തേക്കണം, ഇല്ലേ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ അടുത്തില്ല, ഉള്ളത് പറഞ്ഞു കൊടുക്കുക. ആരെ എന്ത് ചെയ്യണ്ട, ടെസ്റ്റ് ചെയ്യണ്ട. ഇന്ന് ഒതുകൊടുത്താൽ എനിക്ക് ഒതുകൊടുക്കാൻ അറിയോ നോക്കട്ടെ, ഈ മുസ്ലിം തന്നെയാണോ, ആ ഇന്റർവ്യൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുതെന്ന. ഒരു മനുഷ്യന്റെ അഭിമാനം നഷ്ടപ്പെടുത്തണ്ട. അയാൾ യാചിക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, യാചന അയാൾ സ്വയം ഏറ്റെടുത്തതല്ലേ, ഇനി അയാളെ നാണം കെടുത്തണ്ട, ഉള്ളത് കൊടുക്കാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ മുമ്പിലേക്ക് വന്നപ്പോ അതാഹു ദീനാർ. ബഹുമാനപ്പെട്ടവരെ, യാചകൻ വന്നിരിക്കുന്ന മുമ്പിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കൂടെയുള്ള ബഹുമാനപ്പെട്ടവരുടെ മോനോട് പറഞ്ഞു, നിങ്ങൾ അയാൾക്കൊരു ദീനാറങ്ങ് കൊടുത്തേക്കണം, ആതിഹി ദീനാറ, ഒരു ദീനാറ് കൊടുക്കണേ എന്ന് പറഞ്ഞു. അയാളത് വാങ്ങിച്ചു പോവാൻ. വാങ്ങിച്ചു പോകുമ്പോ മോൻ പറഞ്ഞു, തഖബ്ബലല്ലാഹു മിൻക യാ അബതാ, വാപ്പാ നിങ്ങളാ കൊടുത്ത സംഭാവന അല്ലാഹു സ്വീകരിക്കട്ടെ. ഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ അലിംതു അന്നല്ലാഹ തഖബ്ബല മിന്നി സജ്ദതൻ ഔ സദഖത ദിർഹമിൻ വാഹിദിൻ ലം യകുൻ ഗായിബുൻ ഹബ്ബ ഇലയ്യ മിനൽ മൗത്ത്. മോനെ, എന്റെ ഒരു നിസ്കാരമോ എന്റെ ഒരു ദാനമോ ഞാൻ കൊടുത്ത ഒരു ദിർഹമോ ഒരു രൂപയോ അല്ലാഹു സ്വീകരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ മരണത്തോളം ഇഷ്ടമുള്ള മറ്റൊന്നും വാപ്പാക്കില്ല മോനെ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ.
സ്വീകരിക്കട്ടെ വാപ്പ, അള്ളാഹു കബൂലാക്കട്ടെ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറയുന്ന വാക്കാണിത്. എങ്ങനെ? മോനെ, എന്റെ ഒരു സുജൂദോ ഒരു നിസ്കാരോ അള്ളാഹ് സ്വീകരിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ മരിക്കാൻ റെഡിയാണ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.